എങ്ങോട്ടാ ഈ ബസ്സുകാരൻ പോകുന്നത്? ബസ്സുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത് കേറ്റിക്കൊണ്ട് നിർത്തി. ചിത്രയാണ് ഇന്നത്തെ മോഡൽ. പ്രായക്കായി ഞാൻ വിചാരിച്ചു പൊക്കുവന്ന്. വെഡിങ്ങിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഉള്ള അവസ്ഥയാണ് ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്. ഇന്ന് എന്താ പരിപാടി? അതെ, ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിന് ഇറങ്ങുവാണ്. വെഡിങ്. യെസ് ഗായ്സ്, ഇന്ന് കുറച്ച് വെഡിങ് പർച്ചേസ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. മോർണിംഗ് നല്ല വെയിലുണ്ട്, കണ്ണൊക്കെ അടിക്കുന്നത്. നോക്ക്, കണ്ണിലടിക്കുന്നില്ലേ? എനിക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചിത്രനെ വിളിച്ചിട്ട് ഇന്ന് വെഡിങ് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ഗൈസ്. കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ അതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അത് പതിയെ പതിയെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഗൈസ്. സോ ഇനി പതിയെ എല്ലാം വ്ളോഗിൽ കാണാം. പോലെ അതെ, ഫുൾ ഡേയോ? ഓക്കെ ഓക്കെ, എന്നാൽ കയറാം, പോവാം. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വെഡിങ് ഷോപ്പിംഗ്, ഒരു ചെറിയ വെഡിങ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ഇന്നൊരു ക്രിസ്മസ് ഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലേ ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ വിഷ് ചെയ്തായിരുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, മാരി ക്രിസ്മസ് ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ പ്ലാൻ ആദ്യം എന്തത് സ്ഥലമൊന്നും ഇല്ലേ? ആദ്യം ഇന്ന് നമ്മളെ ചിത്രയ്ക്ക് വെഡിങ് ഡ്രസ്, വെഡിങ് കോസ്റ്റ്യൂം നമ്മൾ നോക്കാൻ പോകുന്നു. എന്തല്ലേ? അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ വീഡിയോയിൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഇനി അതിന്റെ പുറകിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പതിയെ പതിയെ കാണിക്കാം അല്ലേ. ഇനി അമ്മയ്ക്കുള്ള ഡ്രസ്സ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ പണിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാന്നാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല, ഒരു പ്ലാൻ വെച്ച് പോകുന്നുണ്ട്. ബാക്കി അവിടെ പോയിട്ട് കാണാം അല്ലേ. എന്താ ചിത്ര? അതെ, ഡൺ. അതെ, എന്താ വേണ്ട? എന്ത് ഡ്രസ്സാ വേണ്ട ചിത്രക്ക്? മോൾക്കും ഇഷ്ടമുള്ളത് മതി. സാരി ആണോ? സാരി എടുക്കാന്നാണ് ഇപ്പൊ നമ്മുടെ പ്ലാൻ. അപ്പൊ നമുക്ക് നേരെ പോവാം. ഇന്നൊന്നും റോഡിലൊന്നും തിരക്കില്ല ഗൈസ്. ഇന്ന് നമ്മള് പൈപ്പ് ലൈൻ ജംഗ്ഷന്റെ അവിടെ എത്തി. റോഡിലൊന്നും തിരക്കില്ല. എന്താ അതെ, പൈപ്പ് പൊട്ടി. ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അല്ലേ, റോഡ് ഫുള്ള്. അപ്പൊ ഇന്ന് റോഡൊക്കെ ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മള് വാങ്ങുന്ന സാധനം പോലെ ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന പോലെ ഉണ്ടാവും. എത്ര സമയം എടുക്കുന്നു? നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഉച്ചക്കത്തെ ഫുഡ് എല്ലാം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും ഗൈസ്. അപ്പൊ അതാണ്. അതെ, എല്ലാ മോളുടെ ചെലവാണ് ഇന്ന്. ചെലവാണ് ഗൈസ്. ടുഡേ ഈസ് എ ഫൺ ഫിൽഡ് ഡേ വിത്ത് ഫുൾ ഓഫ് ചെലവ്. ടോപ്സ് എടുക്കുവോ? എടുക്കും. എടുക്കും. ഇതൊക്കെ ഒരു ദിവസമല്ലേന്നോ? അതെ അതെ, പോകാം. അതിന്റെ റിവെഞ്ച് ആണ് ഇന്ന്. അതെ, അത് ഇന്ന് തീർത്തേക്കാം. ഞാൻ ആരാന്ന് ഇനി എന്നെ വിളിക്കാനേ പാടില്ല നിങ്ങൾ. അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഒപ്പിക്കാതെ. അപ്പൊ ആദ്യം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ വെഡിങ് കോസ്റ്റ്യൂമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഓക്കെ, കുതിര ഫ്രണ്ടില് പോയി. കുതിര റൈഡ് ഒക്കെ പോകുന്നതല്ലേ, അപ്പൊ അതിന് കൊറേ ദൂരം പോകുന്ന അതിനൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. കോഴിക്കോട് പോയപ്പോ കുതിരനെ കണ്ടോർമ്മ? ബീച്ചിൽ കണ്ടു, അതേപോലെ ഉണ്ട്. അത് നമ്മള് വൈറ്റ് ആണ് പോകുന്നതിന്റെ സൈഡിൽ കൂടെ വൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ എങ്ങോട്ടാ ഈ ബസ്സുകാരൻ പോകുന്നത്? ബസ്സുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത് കേറ്റിക്കൊണ്ട് നിർത്തി. ഇവന്മാരിപ്പൊ അടിയാവും. ഇവിടെ എന്താ സംഭവം? എന്താ ഇവരാരെ കയറ്റി വിടൂല. അടിക്കടാ ഹോണ
ഹോൺ അടിക്കടാ, അവന് മാത്രം പോയാ മതിയോ? ഇവന് മാത്രം ഹോൺ അടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇവന് ഏതാ ഇവൻ? അവൻ കയറ്റി കൊണ്ടുവന്ന് മറ്റേ ബസ്സിൽ ആള് കയറ്റാത്ത രീതിക്ക് ആ ബസ് എടുക്കാത്ത രീതിക്ക് ഫ്രണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസ് ഇട്ട് നിർത്തി. എന്നിട്ട് അവനും എടുക്കാൻ പറ്റില്ല, നമുക്കും വണ്ടി പോകാൻ പറ്റില്ല, വേറെ ആരും പോകാൻ പാടില്ല, അവൻ മാത്രമേ പോകാനുള്ളൂ. എന്തത്? എന്നിട്ട് അവൻ നിർത്തുന്നതാണെങ്കിൽ എന്തിനാ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്? ഓവർടേക്ക് ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല, ബാക്കിൽ അതും നമ്മളെ തേച്ചെടുത്താ നിർത്തിയത്, അതിലൂടെ ഗ്യാപ്പേ ഇല്ലായിരുന്നു. വരുന്നുണ്ട്, ബാക്കിൽ വരട്ടെ. അവൻ നമ്മളെ പിടിച്ചു വരുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പില് അടുത്തവൻ കേറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവര് കാണിക്കുന്ന പരിപാടിയാണ്. കാശിന് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി 10 രൂപയ്ക്ക് അവൻ ബാക്കിയുള്ളവരുടെ ജീവിതമാണ് വെച്ച് കളിക്കുന്നത്. എന്നിട്ട് കാറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാശ് നമ്മളെ ഉണക്കി ഉണ്ടാക്കണം നമ്മുടെ വണ്ടിയുടെ. ഇങ്ങനത്തെ ഡ്രൈവിംഗ് ഒക്കെ നമ്മള് വീഡിയോ എടുത്തിട്ട് ഏതൊരു നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ മറ്റേ രമേശ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഫൈൻ കൊടുക്കും. അങ്ങനെ ഉണ്ട്, നമ്പർ ഉണ്ട് വാട്സാപ്പില്. നമ്പർ ഞാൻ സേവും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുതിരയും നമ്മളെ കൂടെയാണോ വരുന്നത്? കുതിരയും നമ്മുടെ കൂടെയാണ് വരുന്നത്. MG റോഡിലെ ഒരു ഷോപ്പിലാണ് ഗൈസ് ഇന്ന് നമ്മൾ സാരി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കേ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം. അതെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മള് ഷോപ്പിലെത്തി, നമ്മളിപ്പോ കേറാൻ പോകുന്നു ഗൈസ്. അകത്തെത്തിയിട്ട് വീഡിയോ അകത്ത് വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. മാക്സിമം പറ്റാന്ന് കാണിക്കാം, പറ്റുവാണെങ്കിൽ കാണിക്കാം. കാണിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. ഇതിലെ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. ആണോ? നമ്മള് കാർ ഇട്ടിട്ട് അതിലെ കൂടെ വന്നത്. ഇപ്പൊ ഇതിലെ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. ക്രിസ്മസിന്റെ വൈബാണ് ഗൈസ്. എല്ലാം എടുത്തു, കുറെ കളേഴ്സ് ഉണ്ടല്ലോ. ഏതാ ചിത്രം വേണ്ടത്? അത് ഇതല്ലേ? ലെഹങ്ക. ലെഹങ്ക ഇടാൻ പറ്റിയ പ്രായം. അങ്ങനെയൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണല്ലേ അതെ ഇടാം. നമ്മളെ ലിഫ്റ്റ് വന്നു, നമ്മൾക്ക് വേണമെങ്കിൽ കയറാം. 6th പോവും. ചേരുന്നുണ്ട്. മോഡൽ ചിത്രയാണ് ഇന്നത്തെ മോഡൽ. സാരി എടുത്തപ്പോ മമ്മിന്റെ ആ ഒരു വേറൊരാളായില്ലേ സാരി വെച്ചപ്പോ. ആക്ച്വലി സാരി എടുക്കാത്തതുകൊണ്ട് എപ്പോഴും ചുരിദാർ ഇട്ട് പെട്ടെന്ന് ആള് മാറിപ്പോയത്. അത് നോക്ക്, കുറച്ച് പ്രായമൊക്കെ ഞാൻ വെച്ചാൽ പൊക്ക് വന്ന് ബ്ലൗസ് നമുക്ക് കൈയില്ലാണ്ട് വെച്ചാൽ സ്ലീവ്ലെസ് ഒന്നും വെക്കാൻ പറ്റില്ല. അടുത്ത സാരി വെച്ച് നോക്കുന്നു ഗൈസ്. ചെറിയ ഡാർക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ കാണാൻ ഒരു ഗുമ്മ വരുന്നത്. എന്താ വെച്ചാൽ കല്യാണത്തിന് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നോർമലായി പോകും. ഇവിടെ ഉള്ള സാരി എല്ലാം നോക്കിയിട്ട് നമുക്കൊന്നും സെറ്റായില്ല. അപ്പോൾ അവർ വേറെ നോക്കി അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ പിങ്ക് ഷെയ്ഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയേക്കാണ് ഗൈസ്. മമ്മിക്ക് വേണ്ടി പുതിയ കളക്ഷൻ ഇവരെ ഇറക്കിയിട്ടില്ല. നമുക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു സാധനം ഇതുവരെ ഇവിടെ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഷോപ്പിലൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ. അതിൻ്റെ അപ്പുറത്ത് കുറേ സെക്ഷൻസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അതുവരെ നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോന്ന്.
പക്ഷെ ഉണ്ടല്ലോ ഈ ഏരിയയിൽ നമ്മൾ അധികം നോക്കാത്തോണ്ട് സാരിനെ കുറിച്ച് എനിക്കൊന്നും കൂടുതൽ അറിയില്ല, ഇവർക്കും അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാനിങ്ങനെ ഓരോ റീലിലൊക്കെ കാണുന്ന ഇവന്റെ സെലക്ഷൻ അല്ല, സെലക്ഷൻ ഞാൻ വന്നിട്ട് ഞാനാണ് സെലക്ട് ചെയ്യുന്നത്, ഇവര് എന്തിനാ വന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവന് സാരീന്റെ ഒക്കെ സെലക്ഷൻ ഉണ്ട്. യൂഷ്വലി പെണ്ണുങ്ങൾക്ക് ഇവനത് നമുക്കത് അറിയ പോലും ഇല്ല. നീയും കണ്ടിട്ടുണ്ടാവില്ല കൊടുത്തിട്ട്, പിന്നെ നിനക്ക് എങ്ങനെയാണിത്? അല്ല, എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത് ഞാൻ 2-3 പറഞ്ഞു. ഓക്കെ, ഞാൻ വന്ന് നോക്കുന്നത് നിങ്ങൾ ഒന്നുമേ നോക്കുന്നില്ല, അവര് വെറുതെ നിൽക്കുന്നേ. 3 തന്നെയാണ് നമുക്കും ഇതിനകത്ത് ആകെ ഇഷ്ടപ്പെട്ടു. കളറാണേലും ഡിസൈൻ ആണേലും. പക്ഷെ നിനക്ക് സെലക്ഷൻ ഉണ്ട്. സെലക്ഷൻ എനിക്ക് മാത്രമേ ഉള്ളൂ. എത്ര പൊക്കണ്ടില്ലേ? എന്നാ ബാക്കി വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട്, വേറെ നോക്ക്, വേറെ കൊറേ ഉണ്ട്, എന്തേലൊക്കെ നോക്ക്. ഞാൻ നോക്കുക. ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. വിശക്കുന്നുണ്ടോ? അതെ, എന്നില് വിശപ്പിന് ഉണർത്തുന്നോടാ. ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട്. വെള്ളം കുടിച്ചോ? വേറെ നോക്ക്, വേറെ എന്തെങ്കിലും നോക്ക്. 1.5 ബ്ലൂ കളറാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും നടക്കും, അതിന് വിശക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് ഇതിനെ കുറിച്ച് ഐഡിയ നീ അറിയാണ്ട് ഞാനെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് സാരി അല്ലല്ല, ഞാൻ ഒരു സാരി എടുത്തു ഇന്നാള് ചെന്നൈ പോയപ്പോ ഇല്ലേ. ഇതുപോലെ എടുക്കാൻ വന്നിട്ട് ഒരു ദിവസമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ഗൈസ്. പല്ല് വെച്ചിട്ട് വരാൻ ഒരു ചേട്ടൻ തോർത്തൊക്കെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എനിക്ക് ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഷോപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാം, പരിപാടി പെട്ടെന്ന് കഴിയും. പക്ഷെ ഇഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെഡിങ്ങിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഉള്ള അവസ്ഥയാണ് ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്നോണ്ട് അതെ, ഞങ്ങള് പെട്ടെന്ന് എന്തോ സെലക്ട് ചെയ്തു, സെറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരിക്കേണ്ടി വന്നേനെ. പറ, എന്ത് അതുപോലെ സീറ്റില് ഞങ്ങൾ കുറച്ചധികം സമയം എടുത്താൽ എനിക്ക് അതുപോലെ ഒരു സീറ്റ് എനിക്ക് വേണ്ട, എനിക്ക് വയ്യ. അവരെന്തോ നോക്കുന്നത് അത് നോക്ക്, നോക്കാൻ വന്ന സാധനം നോക്ക്. ഇവിടെ വന്ന് നോക്കാൻ വന്ന സാധനം നോക്കാണ്ട് വെറുതെ ഇവിടെ കിടന്ന് കഥയും പറഞ്ഞോണ്ടിരിക്കുന്ന കേസ്. നമ്മളൊരു കോഫി കുടിക്കാൻ പോകുന്നു. നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമായി, എന്നാലും ഒരു കോഫി കുടിക്കാൻ പോകുക. എന്നിട്ട് നമ്മളെ പരിപാടിയെല്ലാം തീർത്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കോഫി എടുക്കാം. കോഫി വിത്തൗട്ട് ഷുഗർ കിട്ടുമോ? അത് ഓൾറെഡി ആഡഡ് ആയിരിക്കും അല്ലേ? നിഷിൻ ആയതുകൊണ്ട് ആഡഡ് ഷുഗർ ആയിരിക്കും. കോഫി മാത്രമേ കിട്ടുള്ളൂ, സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സ്നാക്സ് താഴെ കൊണ്ടുപോകണം, അവിടുത്തെ കഴിക്കാൻ പറ്റും. ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ടാണ് കൂടുതൽ കഴിഞ്ഞല്ലോ. കുഴപ്പമില്ല, ഇത് കൊടുത്തോ. എന്താ അതെ, ഇവിടെ വന്ന എല്ലാം നോക്കാൻ തോന്നൂല്ലേ? നമ്മൾ നടന്നു പോകുമ്പോ എല്ലായിടത്തും ഓരോന്നുണ്ട്, എല്ലാം ഓരോ സാധനം ഇങ്ങനെ നമ്മൾ ഓരോന്നും എല്ലാം നോക്കി പോകുമ്പോ തന്നെ ഇന്നത്തെ സമയം പോട്ടോ. കഴിക്കണം. നിന്റെ ഷർട്ട് നോക്കിട്ട് വരാം. എന്നാ ബാ, എനിക്ക് ഷർട്ട് ഉണ്ടോ നോക്കാം. എന്നിട്ട് ഷർട്ട് നോക്കാനുണ്ട്, അപ്പൊ അതും കൂടെ നോക്കിയിട്ട് അതിവിടെ ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ വാങ്ങിയത് എടുത്തിട്ട് പോവാം. അമ്മയ്ക്ക് എന്തായാലും ഓൾമോസ്റ്റ് സാരി എല്ലാം സെറ്റ് ഏതായാലും ഇട്ട് നോക്കിയിട്ട് വരാം. ഷർട്ട് നോക്കിയിട്ടുണ്ട്, അത് ചേരുവോ നോക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ ട്രൈ ചെയ്ത ഗ്രീൻ ടീഷർട്ട്. ഇത് ബീച്ചിനോട് തോന്നുന്നില്ല, ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്, ഇത് എടുക്കണോ വേണ്ടി. നമുക്ക് നോക്കാം. ഡിസൈനർ കൺഫ്യൂഷനിലാണ്. പക്ഷെ ഇത് ഗ്രീൻ ബീച്ചിനോട്
വൈറ്റ് നീ ഓൾറെഡി പറഞ്ഞെടുത്തു. ഗൈസ് നമ്മൾ സാരി റെഡി ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. വാങ്ങിയിട്ട് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ അകത്ത് കയറിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ 2:30 നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇത് ഏതായാലും വാങ്ങി ഇറങ്ങിയിട്ട് കഴിക്കാന്ന് ഓർത്തു. കഴിക്കാൻ പോവാണോ? കഴിക്കാൻ പോവല്ലേ? കഴിക്കാൻ പോവാം, പുറത്തിറങ്ങിയിട്ട് കഴിക്കാൻ പോവാം. പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഇനി വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അതൊക്കെ പതിയെ നമുക്ക് സെറ്റ് ചെയ്യാം. താങ്ക് യു. മറ്റേ 500 റീഫണ്ട് 500 ചെയ്തു ഇതിന്റെ അകത്ത്. ചിത്രയ്ക്ക് സാരി കിട്ടിയല്ലോ. ചിത്ര ഹാപ്പിയാന്ന് തോന്നുന്നു. കല്യാണം അടിച്ചു പൊളിക്കാൻ പോവല്ലേ, തകർക്കല്ലേ. ഇനി ഒന്നുമില്ലല്ലോ. ഇനി നമുക്ക് താഴെ ഇറങ്ങാം. എന്താ നിനക്ക് ദേഷ്യം? വിശക്കുന്നേ. ഗ്രൗണ്ട് ഫ്ലോർ എവിടെ കഴിക്കുന്നേ? ദേഷ്യം എനിക്കല്ല. എവിടുന്നാ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? മമ്മിക്ക് വിശക്കുന്നില്ലേ? കഴിക്കണം. റൗണ്ട് അടിക്കാന്ന് ഇവിടെ. നീ ഒരു റൗണ്ടും ഇല്ല. കൊറേ തപ്പി നടന്ന് നല്ല ഫുഡ് സ്പോട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഒന്നിനും പാർക്കിംഗ് ഇല്ല. MG റോഡിന്റെ അവിടെ ആയതുകൊണ്ട് പാർക്കിംഗ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിട്ട് അകത്തേക്ക് നടന്നു പോകണം, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ നേരെ ശ്രീമാട്ടിയുടെ ഓപ്പോസിറ്റ് ഒരു തൊപ്പിയൊപ്പം ബിരിയാണി ഉണ്ട്, തമിഴ്നാട് ബിരിയാണി. അപ്പോൾ അവിടെ പോയി കയറാമെന്ന് നോക്കും. ഇനി വേറെ തപ്പി നടക്കാനുള്ള നമുക്ക് സ്റ്റാമിന ഇല്ല. വിശന്ന് തുടങ്ങി. സമയം 2:30 ആയി. നമുക്ക് ഇനി കഴിച്ചില്ലെങ്കിൽ സീനാവും അല്ലേ? നമ്മൾ തൊപ്പിയൊപ്പം ഇനി കയറാൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് നമുക്ക്. ഇവിടെ ക്രിസ്മസ് വൈപ്പാണ്. സീരിയൽ ലൈറ്റൊക്കെ. ജിഗർ തണ്ട ഉണ്ട് ഇവിടെ. ജിഗർ തണ്ട ഉണ്ട്, അകത്തും കിട്ടും. അപ്പോൾ തൊപ്പി വാപ്പ അതിൽ കയറാൻ പോകുന്ന കാര്യം നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. ഐ ലവ് തൊപ്പി വാപ്പ ബിരിയാണി. ഇതാ ഇതിൽ കയറാം. ഇതാണ് ഗൈസ് തൊപ്പി വാപ്പ ബിരിയാണിയിലെ ഫുഡ് മെനു. ഭയങ്കര വലിയ മെനു കേട്ടോ. കുറേ ഉണ്ടല്ലേ വായിക്കാൻ. ഇത് വായിച്ച് തീരുമ്പോൾ നമ്മുടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കുമെന്ന് തോന്നി. കുറേ വലിയ ബുക്കേ ഉണ്ട്. നമ്മളിപ്പോൾ ബിരിയാണിയാണ് ഗൈസ് ഓർഡർ ചെയ്തത്. ബിരിയാണി ഈസ് അവർ ഫേവറേറ്റ് ഓൾവേസ്. പിന്നെ ബാക്കി എന്തെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്ന സാധനം, ഒക്കേഷനിൽ ട്രൈ ചെയ്യുന്നത്. ബിരിയാണി എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യും. ബിരിയാണിയാണ്. അതെ എന്താ വെച്ചാൽ മീൽസ്. അതെ, നീ ബിരിയാണിയെ ഒരു മീൽസ് പോലെയാണ് കഴിക്കുന്നത്. അതെ. ഇവിടെ ഇന്റീരിയർ കൊള്ളാല്ലേ, കാണാൻ നല്ല രസമുണ്ട്. നല്ല ഇന്റീരിയർ ആണ്. ഇവർക്ക് അങ്ങോട്ട് കുറച്ച് അകത്തേക്ക് നല്ല ഡൈനിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അകത്തേക്ക് ഡൈനിങ് ഉണ്ട് അവിടെ കണ്ടോ. അകത്തേക്ക് നമ്മളെ ബിരിയാണി വരട്ടെ, വന്നിട്ട് നമുക്ക് കഴിക്കാം. നല്ല ബെസ്റ്റ്. നമ്മളെ ബിരിയാണി എത്തി ഗൈസ്. തൊപ്പി വാപ്പയിലെ ചിക്കൻ ബിരിയാണി. ഇത് സാലഡ്, ഇത് അച്ചാറ്. ആടാ അതെ. എന്താ കുടിക്കാൻ പോകുന്നേ? ജിഗർ തണ്ടയാ? ഇതാണ് ഗൈസ് ജിഗർ തണ്ട. തൊപ്പി വാപ്പയിലെ ജിഗർ തണ്ട. എങ്ങനെയുണ്ട്? പായസം ഐസ്ക്രീം മിക്സ് ചെയ്തിട്ടാ. കഴിക്കേ. മറ്റേ കുറച്ചുകൂടെ കടിക്കാനുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടെ പ്ലെയിൻ ആണ് അല്ലേ? ഇത് കുറച്ചുകൂടെ ഒരു പായസമല്ല, കുറച്ചുകൂടെ ഒരു പ്ലെയിൻ സെറ്റപ്പാ. കടിക്കാൻ കുറവാ. നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വയറ് ഫുള്ള് നിറഞ്ഞ് ഗൈസ്. നല്ല ഹെവി ആയിപ്പോയി അല്ലേ? ഉറങ്ങണമെന്നില്ല, ഉറങ്ങാറായിട്ടില്ല. അടുത്ത് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ഗൈസ്. സോ ആ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അടുത്ത് നമ്മള് കുറച്ച് കാര്യമായിട്ടുള്ള ഒരു കാര്യം നോക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. അതെന്ത് കാര്യമായിരിക്കും? അതന്നെ ഗൈസ്. നമ്മൾ കുറച്ച് ഗോൾഡിന്റെ ഒരു കാര്യം ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പൊ ഇന്ന് മാക്സിമം
ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മാത്രം ഓപ്പൺ ആയിരിക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് എൻക്വയറി അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരാം. എന്താ അവസ്ഥ, ഗോൾഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഗോൾഡിന്റെ അവസ്ഥ നല്ലതാണ്. നമ്മുടെ ഗോൾഡ് വെച്ചിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് വരാമെന്ന് ആലോചിച്ച് ഗൈസ്. അതാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ. സിഗ്നൽ എത്തി. എന്താ അതി ഉറക്കം വരുന്നുണ്ടോ? എന്നാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ സിഗ്നല് കഴിഞ്ഞ ഉടനെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. അവിടെ കാണുന്നില്ലേ മുകളില്? അവിടെ ഉണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സോ അതാണ് ഗൈസ്. നമുക്ക് നേരെ പോയി നോക്കാം അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ. നമുക്ക് ഒരുപാടൊന്നും എടുക്കാനില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അല്ലേ ജോ? അതെ, ഇന്ന് എടുക്കുമെന്ന് അറിയില്ല. ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയിട്ട് വരാം. നല്ല മോഡലും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെച്ചിട്ട് നമുക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റില്ലേ? ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. അത് ബുക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ നല്ല ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഷോപ്പിലും കൂടെ നോക്കാം. പോവാം. നമ്മളെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അവിടെ എത്തി ഗൈസ്. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. എന്നിട്ട് അകത്ത് പോയിട്ട് നോക്കാം ബാക്കി നമ്മുടെ ഡിസൈനും കാര്യമൊക്കെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോയി നോക്കാം. ലെഫ്റ്റ് ആയിരിക്കും ഇടാം. ലെഫ്റ്റിലിടാം. കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുന്നു. 11 എടുത്തല്ലോ. അത്രക്കില്ല. അത് 10 സൈസ് ആയിരുന്നു. അപ്പോൾ എന്താ സെറ്റ് ചെയ്തോ? ഇല്ലേ, സെറ്റ് ചെയ്യുന്നു. ഈ റിംഗ് ഉള്ളല്ലോ. ഊരി പോകുന്നില്ല, ഇങ്ങനെ ഇരിക്കുന്ന. ഇങ്ങനെ പോയാൽ മതിയോ? കൈ കാണിക്കും. ഇല്ല, അത് ലൂസാ. 11 വേണ്ടി വരും. അത് മര്യാദക്ക് നിൽക്കുന്നില്ലല്ലോ. കറക്റ്റ് ഇല്ല, ചരിഞ്ഞു. ഈ വിരലിൽ ഞാൻ മോതിരം ഇടാറില്ല, അതുകൊണ്ട് എൻ്റെ ചരിഞ്ഞ നിൽക്കില്ല. ഇടേണ്ടി വരും ഇനി. നമുക്കത് ആക്കി ഇട്ട് കഴിഞ്ഞാലും വിരൽ മാറ്റിയിട്ടൂടെ? വിരലൊന്നും മാറ്റാൻ പറ്റില്ല. ഞാൻ മാറ്റും. വിരല് മാറ്റാൻ പറ്റില്ല. വിരൽ ഒടിക്കുന്നില്ലേ? നിന്റെ വിരൽ ഒടിക്കും. ഒടിക്കും തോന്നുന്നു. ഇഷ്ടമാടാ നീ. ഇതാണെന്ന് തോന്നുന്നു. അതേതാ? 11ആ? സൈസ് 11 അത്? കറക്റ്റ് ആണോ? കാണിച്ച് ഊരാണ്ട് തന്നെ. സോറി, 11 സൈസ്. കറക്റ്റ് അല്ലേ? ഹൈറ്റിലല്ലോ. അല്ല, 19 കൂടെ ഒന്ന് ചെക്ക്. അമ്മേന്നാ എന്ത് ചടങ്ങ് പരിപാടിയല്ലേ? മോതിരം എടുക്കുക. കല്യാണം കഴിക്കണ്ടായിരുന്നല്ലോ. അതെ, എന്ത് ചെയ്യാനാ. ഇത് 19ആ? 19. പക്ഷെ ഇത് ലൂസ് വരെ 18 ഇതാണ്. 18 അല്ലേ? ഇതില് കുറച്ച് ലൂസ് പോലെ കാണിക്കുന്നു. പക്ഷേ ഇത് 17 ആണോ? 17 എനിക്ക് മറ്റൊന്നിന്റെ 18 കറക്റ്റ് ആയിരുന്നു അത് ഇതില്. ഇത് 17. ഇതിൽ വെച്ച് നോക്കുമ്പോൾ 17 ആണ് എനിക്ക് കറക്റ്റ് പോലെ തോന്നുന്നത്. സെറ്റ് ചെയ്തോ? നമ്മള് മോഡൽ കൊടുക്കാണ്. ഓൾറെഡി ഉള്ളത് എടുക്കല്ല, മോഡൽ കൊടുത്തിട്ട് നിനക്ക് ചെയ്യിപ്പിക്കുക. എനിക്ക് ചെയ്യിപ്പിക്കുക. ഇവന് ഓൾറെഡി നമ്മൾ കൊണ്ടുവന്ന മോഡൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലുണ്ട്. മോഡൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് സൈസ് ഇല്ല. അപ്പൊ ആ സൈസ് ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചിട്ട് എനിക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് അതായില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ ഇവിടുന്ന് ചെയ്യിപ്പിക്കാന്നാണ് ആള് പറഞ്ഞത്.
അതെ അല്ലേ? അതാണ് ഗൈസ് ഇനി അടുത്ത പ്ലാൻ. ഇതെല്ലാം സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു 1 month എടുക്കൂലേ ഇത്? 1 month എടുക്കും. എൻ്റെ 40 days പറഞ്ഞു. ഇനി 40 days ഇല്ല, തരാന്ന് പറഞ്ഞു. അങ്ങനെ പറ എന്താ ഗൈസ്, ഇവിടെ ഗോൾഡിന് റേറ്റ് കൂടുതലായതുകൊണ്ട് ഭയങ്കര തിരക്ക്. ആൾക്കാര് ഫുള്ള് ഇവിടെയാണ് ഗൈസ്. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാരും വന്നിരിക്കുക. നല്ല റേറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു മൊത്തം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഇനി കൂടുന്ന മുമ്പ് ഉള്ളത് വാങ്ങിട്ട് പോയേക്കാന്ന് ഓർത്തിട്ട് ഇതല്ലേ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവോ? അത് എനിക്കറിഞ്ഞൂടാ. ബില്ലിന്റെ റെസിപ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം. അഡ്വാൻസ് പേയ്മെന്റിന്റെ. നമ്മൾ ചെയിൻ നോക്കാൻ വന്നിട്ടുണ്ട്. ആ താലി എങ്ങനെയുണ്ട്? ആ നടുക്ക് ചതുരത്തിൽ വെച്ച അല്ല, അത് നടുക്ക് വലിയതിൽ വെച്ച ചെറിയ താലി. കുരിശില്ലല്ലോ. അറിയാണ്ട് പെട്ടു നിനക്കതേ ഇഷ്ടപ്പെടുള്ളൂ പറഞ്ഞിട്ട് കാര്യം. കുരിശുണ്ട് എന്റെ കൂടെ. എന്റെ കൂടെ 2 കുരിശുണ്ടെന്ന്. ആരാ? നമ്മൾ 2 ഇപ്പൊ നിങ്ങൾ 2 പേരും ദുഷ്ടാ. കുരിശാണ് നിങ്ങൾ 2 പേരും. വിഷമല്ലേ അമ്മേ? അതെ അതെ. കൊറേ മോഡൽസ് ഉണ്ടല്ലോ ഇവിടെ. ബട്ടർഫ്ലൈയോ? നമ്മളൊരു നല്ലൊരു മോഡൽ സെലക്ട് ചെയ്തെടുക്കാം അല്ലേ? കിട്ടുമോ നമുക്ക്? ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഇന്നേ വരെ ആരും താലിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ലാസ്റ്റ് ഇപ്പൊ നമ്മളെ കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷം 1-2 ആൾക്കാര് താലി ഞാൻ ഏതാന്ന് നോക്കാൻ വേണ്ടിട്ട് തപ്പി നോക്കിയിട്ടുണ്ട്. അല്ല ഞാൻ താലി അങ്ങനെ എന്തേലും മോഡലുണ്ടോ നിനക്ക്? ഇല്ല, എനിക്ക് എന്റെ ചേച്ചീന്റെ താലി എങ്ങനെയായിരുന്നു ഒരു ഓർമ്മയില്ല, ഉണ്ടാവില്ലല്ലോ. പാവം. മോഡലല്ലേ? കുറച്ചുകൂടെ ചെറുത്. അതെ അതെ. ഇത്ര അറിയാണ്ട് ചിത്ര മൈക്കുള്ള അറിയാണ്ട് നിന്റെ അടുത്ത് വലിയ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ക്യാമറ അവിടെയല്ലേ, ഞാൻ ഇവിടുന്ന് സംസാരിച്ചോളാം. ഗൈസ്, നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയി അല്ലേ? അതെ, ഞങ്ങളെല്ലാം രഹസ്യം നീ അവിടെ ഇരുന്ന് ചോർത്താണ്. അല്ലല്ല. അപ്പൊ ഇനി കുറച്ച് കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി ഗൈസ് നേരെ പോവാ. സമയം എത്രയാണെന്നറിയോ? ഇല്ല, 6 നേരത്തെ കണ്ടായിരുന്നു. 6:30 ആയെന്ന് തോന്നുന്നു. രാവിലെ ഇറങ്ങിയതാ, 6:30 ആയി. വെളുപ്പിനായിട്ടില്ല, 6:30 ആയതേ ഉള്ളൂ. കാർ ഇവിടെ ഉണ്ടാവും, ഞാൻ നോക്കട്ടെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എല്ലാം കഴിഞ്ഞു ഗൈസ്. വി ആർ ഓൾമോസ്റ്റ് ഡൺ ഫോർ ദ ഡേ. നമ്മൾ ഓൾമോസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മള് ഇന്ന് വന്ന പരിപാടി എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞു, എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഗോൾഡിന് അതെ, ഗോൾഡ് അല്ല എല്ലാം വെഡിങ് ഗോൾഡ് ആൻഡ് എല്ലാത്തിനും നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ വന്ന കാര്യം എല്ലാം നടന്നു ഗൈസ്. അപ്പൊ വി ആർ ഹാപ്പി ടുഡേ അല്ലെ? നല്ല ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാം നിറഞ്ഞു, പക്ഷെ പോക്കറ്റൊക്കെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പതിയെ പതിയെ കാലിയായി തുടങ്ങും. അത് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നാളെ നിറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗൈസ്. So that's all for the day. അതെ, ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. യെസ് ഗൈസ്. അപ്പൊ പോവല്ലേ? സൗണ്ട് ഓക്കേ. യാ, ഓക്കേ, ബൈ ഗൈസ്. ബൈ.